എന്തൊക്കെയായിരുന്നു അമ്പും വില്ലും, മലപ്പുറം കത്തി. ഇപ്പോൾ അവസാനം വെള്ളാപ്പള്ളി നടേശനെ ഹൈക്കോടതി പിടിച്ചു പുറത്താക്കി. അങ്ങനെ ഒരാളുടെ തകർച്ചയിൽ സന്തോഷിക്കുന്നതല്ല. എല്ലാ ഉടായിപ്പും കയ്യിലുണ്ടായിട്ടും നാട്ടുകാരെ ഇങ്ങനെ പുലഭ്യവും അസഭ്യവും പറഞ്ഞു നടക്കുന്ന ഒരാളുടെ തകർച്ചയിൽ അറിയാതെ അങ്ങനെ ഒന്ന് ചിരിച്ചു പോകും. SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളി നടേശനെ നീക്കിയെന്ന വാർത്ത കേരളം അത്തരത്തിൽ തന്നെയാണ് കാണുന്നത്. വെള്ളാപ്പള്ളിയെ മാത്രമല്ല എല്ലാ ബോർഡ് മെമ്പർമാരെയും അടക്കം SNDP യോഗത്തിൽ നിന്നും ഹൈക്കോടതി അയോഗ്യരാക്കിയിരിക്കുന്നു. പ്രൊഫസർ സാനു മാസ്റ്ററും അതുപോലെ SNDPയുടെ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് S ചന്ദ്രസേനനും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശന് പുറമെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളിയെയും പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സ്വാമിയെയും ഹൈക്കോടതി ആ സ്ഥാനത്ത് നിന്ന് നീക്കി. അങ്ങനെ അധികാര സ്ഥാനത്ത് നിന്ന് വെള്ളാപ്പള്ളിയുടെ ചിത്രം തന്നെ മാഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. ഓഡിറ്റ് കണക്കുകൾ സമർപ്പിച്ചിട്ടില്ല എന്ന ഗുരുതരമായ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് SNDPയുടെ വിമത വിഭാഗം നൽകിയ ഹർജിയിൽ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. അതാണ് ഹൈക്കോടതിയുടെ നിർണായകമായ ഉത്തരവ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് TR രവി അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിൻ്റെതാണ് ഉത്തരവ്. നോൺ ട്രേഡിംഗ് കമ്പനിയായ SNDP യോഗം തുടർച്ചയായി 3 വർഷം രജിസ്റ്റർ ഓഫ് കമ്പനിക്ക് തങ്ങളുടെ കണക്കുകൾ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാവരെയും പറയാനും മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താനും ഇങ്ങനെ നടക്കുന്ന വെള്ളാപ്പള്ളി തൻ്റെ പേരിലുള്ള യോഗത്തിൻ്റെ കണക്കുകൾ എവിടെയും ബോധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി പിടികൂടിയിരിക്കുന്നത്. ഇങ്ങനെ നൽകിയില്ല എങ്കിൽ അയോഗ്യതയ്ക്കത് കാരണമാകും. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഹൈക്കോടതി വെള്ളാപ്പള്ളിയെ ആ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കാൻ ഉത്തരവിട്ടത്. SNDP യോഗം കമ്പനി ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് എന്നാണ് പറയുന്നത്. ഇതിലെ ഡയറക്ടർമാരാണ് വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയും ഉൾപ്പെടെയുള്ളവർ. കമ്പനി ഡയറക്ടർമാർക്ക് ഡീൻ അക്കൗണ്ട് വളരെ നിർബന്ധമാണ് നിയമപ്രകാരം. എന്നാൽ ഇവരുടെ ഡീൻ അക്കൗണ്ടിന് സാധുത ഇല്ല എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തുടർന്നാണ് കമ്പനി ആക്ടിൻ്റെ 164/2 പ്രകാരം വെള്ളാപ്പള്ളി അടക്കമുള്ളവരെ അയോഗ്യരാക്കി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2024 മുതൽ ഹൈക്കോടതിയുടെ മുന്നിലുള്ള കേസാണിത്. അതിനാണിപ്പോൾ വിധി വന്നിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലം കൈയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയായിരുന്നു. വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകൾ വാങ്ങാം എന്നുള്ളത് ഒരു മിഥ്യാധാരണയെങ്കിലും പിണറായി വിജയൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൂടാതെ തുഷാർ വെള്ളാപ്പള്ളി SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റായി നിൽക്കുന്നതും അതുപോലെ NDAയുടെ കൺവീനറായി ഒക്കെ ഉള്ളതും BJPയും CPMും തമ്മിലുള്ള ഒരു ബന്ധത്തിന് ബലമേകും എന്നും അവർ വിശ്വസിച്ചിരുന്നു. എല്ലാം അങ്ങനെ നഷ്ടമായിരിക്കുന്നു. മലപ്പുറം ജില്ലയെ തന്നെ അപമാനിച്ചുകൊണ്ട് ചേർത്തലയിലെത്തിയ വെള്ളാപ്പള്ളിക്ക് പൂമാലയിട്ട് കൊടുത്ത പിണറായി വിജയന് തെരഞ്ഞെടുപ്പിലെ വിജയമായിരുന്നു ലക്ഷ്യമുണ്ടായിരുന്നത്. ഇപ്പോഴിതാ വെള്ളാപ്പള്ളിക്ക് എല്ലാ സ്ഥാനവും നഷ്ടപ്പെടുന്നതോടെ, പിണറായി വിജയൻ്റെ വലം കൈ അയോഗ്യനാകുന്നതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അയ്യപ്പ സംഗമത്തിൽ പിണറായി വിജയൻ്റെ കാറിലിരുത്തിക്കൊണ്ടുപോയി വെള്ളാപ്പള്ളിയോട് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം അയ്യപ്പ സംഗമത്തിലെ വലിയ തരത്തിലുള്ള തട്ടിപ്പുകളെല്ലാം അറിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇതും ശബരിമല അയ്യപ്പൻ്റെ ഒരു കളിയായി കാണേണ്ടി വരും.